എല്ലാവർക്കും വൈറ്റ് സോൺ ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ടായിരുന്ന ഒരു ചാമ്പ്യൻസ് ലീഗ് മത്സരത്തെ കുറിച്ചിട്ടാണ്. അതായത് ഈ ഒരു മാഞ്ചസ്റ്റർ സിറ്റിന്റെയും അതുപോലെ തന്നെ ഇന്റർ മിലാന്, ബയൺ മ്യൂണിക്ക് അങ്ങനത്തെ ടീമുകൾ, അതേപോലെ തന്നെ വാശയൊക്കെ കളിച്ചിട്ടുള്ള ഒരു മത്സരങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇതിൽ നോക്കാനായിട്ട് പോകുന്നത്. മെയിൻലി നമ്മൾ ഇതിൽ നോക്കാനായിട്ട് പോകുന്നത് റിസൾട്ട് മാത്രം ഫോക്കസ് ചെയ്യാണ്. ഒരു മാച്ചിനെ കുറിച്ചിട്ടുള്ള ഡീപ്പായിട്ടുള്ള ഒന്നും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. റിസൾട്ട് മാത്രം നോക്കുക, നമ്മൾ ഈ പോയിന്റ് ടേബിളൊക്കെ ഒന്ന് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ബാഴ്സയുടെ മത്സരമാണ്. ബ്രസ്റ്റിനെതിരെയായിരുന്നു ബാഴ്സ കളിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഒരു 3 ഗോളിനാണ് ബാഴ്സ ജയിച്ച് കയറിയിട്ടുള്ളത്. അത് ഫസ്റ്റ് ഗോൾ ലെവൻഡോസ്കിക്ക് അടിച്ചതാണ്. അങ്ങനെ 3-0 ബാഴ്സ എനിക്ക് തോന്നുന്നു അവസാനത്തെ 2 ലീഗ് മത്സരങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ബാഴ്സക്ക് വിജയം കാണാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഒരു ചാമ്പ്യൻസ് ലീഗിൽ 3-0 സ്വാഭാവികമായിട്ടും ബാഴ്സ എനിക്ക് ഈ ഒരു അവസാന ചാമ്പ്യൻസ് ലീഗിൽ ഒരു 3-4 മത്സരമൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് ആ ഫസ്റ്റ് മത്സരം എടുത്ത് കഴിയുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള മത്സരങ്ങളിലൊക്കെ 3-ൽ കൂടുതൽ ഗോൾ അടിച്ച് കൊണ്ടാണ് UCL ബാഴ്സ ജയിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഫണ്ടാസ്റ്റിക് സീസൺ ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം ലീഗിലൊക്കെ എനിക്ക് തോന്നുന്നു കുറേ അധികം പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യാൻ തുടങ്ങി ബാഴ്സ. പക്ഷേ ബാഴ്സയാണെങ്കിൽ ചിലപ്പോൾ തിരിച്ചു വരും. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ്. അപ്പം അങ്ങനെ ബാഴ്സയുടെ മത്സരമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ബാഴ്സക്ക് 3 പോയിന്റ്സ് ഈ ഒരു വീക്കിൽ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഉള്ളത് പറയുകയാണെന്നുണ്ടെങ്കിൽ ബയർ ലെവർകൂസനാണ്. ബയർ ലെവർകൂസന് സാൾസ്ബർഗിന് എതിരെ കളിച്ചിട്ടുണ്ടായില്ല. അതിൽ 5-0 ഒരു വിന്ന് ബയർ ലെവർകൂസന് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ബയൺ മ്യൂണിക്കിന്റെ മത്സരമാണ്. നമുക്കറിയാം 2020 ചാമ്പ്യൻസ് ലീഗ് ഫൈനലിന്റെ ഒരു റീമാച്ച് ആണെന്നൊക്കെ പറയാം. അല്ലെങ്കിൽ ആ ടീമുകളാണ് ഇതിൽ ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നത്. ബയൺ BSG പണ്ടത്തെ ആ ഒരു ഇതൊന്നും ഇല്ല. അതുപോലെ തന്നെയാണ് ബയണിന്റെ കാര്യമാണെന്തെങ്കിലും കഴിഞ്ഞ സീസണിൽ കുറെ അധികം താഴ്ത്തപ്പെട്ടു പോയ അല്ലെങ്കിൽ താന്നു പോയ ടീമാണ് ബയൺ. പക്ഷേ ഈ ഒരു മത്സരത്തിൽ ബയൺ വിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ PSG 10 മാനായിട്ട് കണ്ട് കുറഞ്ഞൊക്കെ ചെയ്തത്. അങ്ങനെയാണ് ബയണിന്റെ ആ ഒരു വിന്ന് കിട്ടാൻ സാധിച്ചിട്ടുള്ളത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ 2-3 ഗോളിൻ്റെ വിന്ന് ഞാൻ ബയണിനെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും ഫോം ഔട്ടാണ് PSG ഒക്കെ ചാമ്പ്യൻസ് ലീഗിൽ കളിക്കുമ്പോൾ എന്നുള്ളത്. അത്രയും പറയുകയാണെന്നുണ്ടെങ്കിൽ 2-3 സീസൺ മുന്നേ അവിടെ നെയ്മറും മെസ്സിയും എംബാപ്പിയും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പറഞ്ഞാൽ ആ ഒരു സ്ക്വാഡിൽ പറഞ്ഞാൽ ഡെംബെലെ അങ്ങനത്തെ പ്ലേയേഴ്സാണ്. അതിൽ കുറേ കാലമായിട്ട് പരിക്ക് പറ്റി പുറത്ത് പോയിരിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ ബയണിന് സാധിച്ചു എന്നാണ് പറയാൻ. പിന്നെ ഉള്ളത് പറഞ്ഞാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ നമ്മുടെ സിറ്റിൻ്റെ ഒരു ഡൗൺ ഗ്രേഡ്. അതിപ്പോൾ ചാമ്പ്യൻസ് ലീഗിൽ വന്നപ്പോൾ ഫസ്റ്റ് സിറ്റി 3 ഗോളൊക്കെ അടിച്ചങ്ങാണ്ട് മുന്നിക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും പിന്നെ സിറ്റി പക്കാണ്ട് ബോട്ടിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതായത് 3 ഗോളിന് ലീഡുള്ള സിറ്റി ആ 3 ഗോളിൻ്റെ ലീഡ് നഷ്ടപ്പെടുത്തുന്ന കാഴ്ച. 3-3 ഡ്രോയിൽ ഫെയ്നോർഡിനോട് ആ ഒരു കളി സമനിലയിലേക്ക് പോണ കാഴ്ച. അങ്ങനെ ആ ഒരു കളിൻ്റെ ശേഷമാണ് പെപ്പിന്റെ മുഖത്തേക്കൊക്കെ നോക്കിയാൽ മതി. ആകെ ആരോ മാന്തിയ പാടൊക്കെ കാണാം. ഇവിടെ മുറി കഴിക്കണം. പെപ്പിന്റെ മുട്ടത്തലമൊക്കെ ആകെ ആരോ മാന്തി എന്തൊക്കെയോ ചോപ്പ് ഇതായി ആകെ ഫ്രസ്ട്രേറ്റഡ് ആണ് പെപ്പ് ഈ ഒരു അവസ്ഥയിൽ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിലായിരുന്നു ആ ഒരു കളിക്ക് ശേഷം പ്രസ് കോൺഫറൻസിന് പെപ്പ് വന്നിട്ടുള്ളത്. അപ്പോൾ അത്രയും ഹീറ്റിലാണ് ഇപ്പോൾ പെപ്പ് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കണം. പെപ്പ് പറയുന്നത് ഇന്നലെ ഫബ്രിസിയോ റൊമാനോന്റെ ഒരു പോസ്റ്റാണ്. അതുകൊണ്ട് പെപ്പിന്റെ ഇതിൽ പറയുന്നത് എൻ്റെ പ്ലേയേഴ്സിനൊക്കെ എനിക്ക് തരൂ, ഞാൻ നല്ല രീതിയിൽ പെർഫോം ചെയ്യിക്കാം. ഈ സംഭവം തന്നെ ആഞ്ചലോട്ടി പറയണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ സീസണിലോ ഒക്കെ പറയേണ്ട കാര്യമാണ്. പക്ഷേ ആഞ്ചലോട്ടി ഇതുവരെയായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ ആഞ്ചലോട്ടിക്ക് റയലിൽ പെർഫോം കുറച്ച് ഇപ്പോൾ നമുക്കറിയാം ഈ ഒരു സീസണിൻ്റെ തുടക്കത്തിലൊക്കെ റയലിൻ്റെ പെർഫോം അത്ര നല്ല ഇതല്ലായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ അവസാനത്തെ 2-3 മത്സരങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എസ്പെഷ്യലി ലാസ്റ്റ് മത്സരമൊക്കെ ആഞ്ചലോട്ടിൻ്റെ ആ ഒരു തന്ത്രങ്ങൾ വിജയിക്കുന്ന കാര്യങ്ങൾ, അതേപോലെ തന്നെ ഗോളടിക്കാത്ത ബെല്ലിങ്ങാമിനെയൊക്കെ ഗോളടിപ്പിച്ചിരിക്കണ. ഇപ്പോൾ കറൻ്റ്ലി 2 ഗോളുകൾ ആ ലാസ്റ്റ് 2 മത്സരത്തിൽ നിന്ന് അടിക്കാൻ ബെല്ലിങ്ങാമിന് സാധിച്ചിട്ടുണ്ട് ക്ലബ്ബ് ലെവലിലാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു മാനേജറാണ് ആഞ്ചലോട്ടി. ഈ ഒരു കാര്യത്തിലൊക്കെ എനിക്ക് തോന്നുന്നു പെപ്പിന് ആഞ്ചലോട്ടിയെ കണ്ട് പഠിക്കാം. ഇല്ല പ്ലേയേഴ്സിനെ കൊണ്ട് കളിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു സംഭവം അത്ര പെപ്പിന് വശമല്ല എന്ന് തോന്നുന്നു. പിന്നെ ഇന്റർ മിലാൻ RB ലൈപ്സിങ്ങിനെതിരെ കളി. നല്ല 2 ടീമുകൾ നല്ലൊരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള മാച്ചാണ്. കാരണം ലൈപ്സിങ് ഒക്കെ നല്ലൊരു മാച്ച് തന്നെ ഈ ഒരു ചാമ്പ്യൻസ് ലീഗിലേക്ക് വരുമ്പോൾ നല്ലൊരു കളി തന്നെ കാഴ്ചവെക്കലുണ്ട്. അതിൽ സ്വാഭാവികമായിട്ടും ഇന്റർ മിലാൻ 1-0 ലീഡിന് ജയിച്ചിട്ടുണ്ട്. പിന്നെ ആർസണലിന് നല്ലൊരു വീക്കായിരുന്നു. കാരണം സ്പോർട്ടിങ് ഈ ഒരു അമോറിമിൻ്റെ സ്പോർട്ടിങ് നമുക്കറിയാം കഴിഞ്ഞ വീക്കിൽ
ഈ ചാമ്പ്യൻസ് ലീഗ് വീക്കിൽ സിറ്റിനെ 4-ന് തകർത്ത ആ ഒരു സ്പോർട്ടിങ് ഈ ഒരു വീക്കിൽ 5-1 പരാജയപ്പെടുകയാണ്. അതും ആഴ്സണലിനെതിരെ സ്പോർട്ടിങ് പരാജയപ്പെടുകയാണ്. പക്ഷെ രണ്ടും ഡിഫറൻസ് സിറ്റുവേഷനാണ്. കാരണം ഇപ്പോൾ അവരുടെ മാനേജർ അമോറിമല്ല. പക്ഷെ ആർസണലിന് നല്ലൊരു വിന്ന് നെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു അടിപൊളി ചാമ്പ്യൻസ് ലീഗ് വീക്കാണ് ഈ ഒരു വീക്ക് എന്നുള്ളത് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ അറ്റ്ലാന്റൻ്റെയാണ് ഈ ഒരു ആഴ്ചത്തെ ഇതുവരെ നടന്ന മത്സരങ്ങളുടെ ഏറ്റവും വലിയ വിന്ന്. 6-1 അറ്റ്ലാന്റ യങ് ബോയ്സിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനത്തെ ഒരു സംഭവമാണ്. ഇപ്പോൾ പോയിന്റ് ടാബിൾ നോക്കുകയാണെങ്കിൽ 1-ാം സ്ഥാനത്ത് ഇന്റർ മിലാനും 2-ാം സ്ഥാനത്ത് FC ബാഴ്സലോണയാണ്. 12 പോയിന്റ്സ് കഴിഞ്ഞാണ്ട് FC ബാഴ്സലോണ ഉണ്ടാവുന്നത്. തൊട്ട ബാക്കിൽ തന്നെ ലിവർപൂൾ ഉണ്ട്. ലിവർപൂളിനെതിരെയാണ് ഈ റയലും ലിവർപൂൾ ഈ ഒരു ദിവസം കളിയുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇന്റർ മിലാനാണെന്നുണ്ടെങ്കിൽ 13 പോയിന്റ്സ് ആയിട്ട് മുന്നിലാണ്. ഇപ്പോൾ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ സിറ്റിയൊക്കെ എനിക്ക് തോന്നുന്നു ടോപ്പ് 4-ലുള്ള ക്ലബ്ബായിരുന്നു ഈ ഒരു ഇതിൽ. പക്ഷേ സിറ്റിയൊക്കെ നല്ല അടിക്ക് പോയിട്ടുണ്ട്. നേരെ മറിച്ച് ഈ ഒരു ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം ഇന്നുള്ള ഒരു റയലിനെതിരെയുള്ള മത്സരം വിജയിക്കാൻ സാധിക്കുകയാണെങ്കിൽ, എസ്പെഷ്യലി ഇത് ആൻഫീൽഡിലാണ്, അവർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ക്ലബ്ബ് സ്റ്റേഡിയമാണ്. അപ്പോൾ അവർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മത്സരമാണ്, അവരുടെ ഹോമാണ്. അപ്പോൾ തീർച്ചയായിട്ടും വിജയിക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാമ്പ്യൻസ് ലീഗിൻ്റെ ആ യൂറോപ്യൻ ടേബിളിൽ 1-ാമതായി നിൽക്കാനുള്ള ചാൻസാണ് ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഈ ഒരു മത്സരത്തിൽ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഈ ഒരു ഫോർമാറ്റൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഫൈനൽ വരെ ആരൊക്കെ ഉണ്ടാവും എന്നുള്ളത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായത്തിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇപ്രാവശ്യത്തെ ചാമ്പ്യൻസ് ലീഗ് ആര് നേടുന്നുള്ളത് ഒന്ന് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടെ നൽകാം.